എന്റെ ദേവേട്ടനെ കാത്തോളണേ. ദേവേട്ട, ദേവേട്ട, ദേവേട്ട. ഇന്ന് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ കേട്ടത് സത്യമാണോ? അതേന്നെ, ഞാൻ അമ്പലത്തിൽ പോയപ്പോ നിങ്ങളുടെ മരുമകള് വൈദേഹി കിണറ്റിന്ന് വെള്ളം കോരി ശിവന് അഭിഷേകം നടത്തുന്നുണ്ടായിരുന്നു. ഗർഭിണിയായിരിക്കുമ്പോ എന്തിനാ ഇവളിതൊക്കെ ചെയ്യുന്നേ? കുഞ്ഞിന് വല്ലതും പറ്റിയാലോ? എന്താ കാര്യം? എന്തിനാ ഇത്രയും വലിയ വഴിപാട്? അറിയില്ല മോളെ, പക്ഷെ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ എന്റെ കൊച്ചുമോക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ ദേവനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എത്ര വലിയ കാര്യം നീ പറഞ്ഞെന്നറിയോ? എന്നാ പിന്നെ ശരി, ഞാൻ പിന്നെ വിളിക്കാം. താങ്ക് യു. ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്തുവമ്മേ, വൈദേഹി ഉള്ളിടത്തോളം ദേവൻ ഒരു അപകടവും പറ്റില്ല. എന്റെ സംശയം ശരിയാണെങ്കിൽ വൈദേഹി ഇന്നലെ ആ സ്വാമികൾ പറഞ്ഞതുപോലെ ഹോമം നടത്താൻ വേണ്ടി അമ്പലത്തിൽ പോയതാവും. ഹോമോ? എന്ത് ഹോമം? മൃത്യുഞ്ജയ ഹോമം. ആ, ഇന്ന് പൗർണമിയാണല്ലേ? അതെ ഓർമ്മ. പൗർണമിയുടെ അന്ന് കാലത്ത് മൃത്യുഞ്ജയ ഹോമം നടത്തിയ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്നാണ് ആ സ്വാമികൾ പറഞ്ഞത്. അപ്പൊ വൈദേഹി ആ ഹോമം നടത്താൻ പോയതാ. അത് മറന്നിട്ട് നമ്മൾ എവിടേക്കാ തപ്പി നടന്നത്? ഇന്നെല്ലാരും വാ, നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. വാ. ദേവം പോലെ എന്തോ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഒരു പ്രശ്നമല്ല. എന്ത് ദേവ മോനെ, നിനക്കെന്താ പറ്റിയെന്നറിയാതെ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്നറിയാമോടാ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ. നിന്നെ കണ്ടപ്പോഴാ മനസ്സ് തണുത്തത്. എനിക്കിത് മതിയടാ. എല്ലാം വൈദേഹിയുടെ മനധൈര്യം കൊണ്ടാ. അവള് കൂടെയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ല. നീ രക്ഷിച്ചത് നിന്റെ ഭർത്താവിന്റെ ജീവൻ മാത്രമല്ല മോളെ, ഞങ്ങളുടെ എല്ലാവരുടെയും ജീവന. പുരാണങ്ങളിലെ കഥ പുനരാവർത്തിച്ചിരിക്കുക. കാലനുമായി മല്ലിട്ട് നിന്റെ ഭർത്താവിന്റെ ജീവൻ നീ രക്ഷിച്ചു. തലമുറകൾ എത്ര കഴിഞ്ഞാലും നിന്റെ പേര് നിലനിൽക്കും. ചീറ്റിപ്പോയല്ലോടാ. നമ്മൾ വിചാരിച്ചതിന് നേരെ എതിരാണല്ലോ നടന്നേ. ഈ വെപ്രാളത്തിനിടയ്ക്ക് നമ്മൾ ശരിക്കുള്ള കാര്യം വിട്ടുപോയി അമ്മേ. നമ്മൾ എന്ത് തീരുമാനിച്ചാലും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞെല്ലാം അവളോട് പറഞ്ഞു കൊടുക്കില്ലേ? അപ്പോ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പഠിച്ച പണി 18 അവള് നോക്കും. അതും പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് വെറുതെ സമയം കളഞ്ഞു. കഷ്ടമുണ്ട്. എല്ലാം വെറുതെ ആയല്ലോ. എന്താടാ ഒന്നും അങ്ങോട്ട് ശരിയാവാത്തെ? പക്ഷെ വൈദ്യയുടെയും ദേവന്റെയും കാര്യത്തില് മരണത്തിന്റെ വായിലേക്ക് കേറിയിട്ട് ഇറങ്ങി വന്നോളൂ. അതാണമ്മേ അവരുടെ നേരം. അവർക്ക് നല്ല കാലം, നമുക്ക് കഷ്ടകാലം. നീ എന്റെ മോനെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നത്തോടെ ഞാനും ഇല്ലാതായനെ. എന്നാലൊന്ന് പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ നിനക്ക്? നിങ്ങളെ രണ്ടുപേരും കാണാതായപ്പോ ദേവൻ എന്ത് പറ്റിയെന്നോർത്ത് ഞാൻ ആകെ വെപ്രാളപ്പെട്ടു. എന്തിനാ മോളെ നീ ഇങ്ങനെ ചെയ്ത്? ഇപ്പൊ നിങ്ങളെ ജീവനോടെ കണ്ട ശേഷം മനസ്സൊന്ന് തണുത്തത്. പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നേരം ഇങ്ങനെ കിടന്ന് പെടേണ്ടി വരില്ലായിരുന്നു മോളെ. അവളത് പറയില്ലല്ലോ, അതാണ് മിടുക്ക്. പറഞ്ഞ നിങ്ങൾക്ക് ഞങ്ങളെ വഴക്ക് പറയാനുള്ള അവസരം ഒത്തുകിട്ടില്ലല്ലോ. എന്തിനാ എന്നെ നോക്കുന്നേ?
നിങ്ങളെ കാണാതായപ്പോഴേക്കും ഞങ്ങള് നിങ്ങളെ എന്തോ ചെയ്തെന്നും പറഞ്ഞ് ഇവിടെ ആരും ഞങ്ങൾക്ക് സൗകര്യം തന്നിട്ടില്ല. ഇനി എങ്ങോട്ടെങ്കിലും പോണെങ്കി ഒന്ന് പറഞ്ഞിട്ട് പോയിരുന്നെങ്കി കൊള്ളായിരുന്നു. എന്തിനാ? എവിടെയാണെന്ന് അറിഞ്ഞോണ്ട് വേണ്ടാത്തത് വല്ല ഒപ്പിക്കാനാണോ? എന്തു പറയണമെന്നും എന്തു പറയണ്ടെന്നും വൈദേഹിക്ക് കൃത്യമായിട്ട് അറിയാം. കുറച്ചു നേരം എല്ലാരും പെടഞ്ഞു പോയെങ്കിലും വൈദേഹിയുടെ ബുദ്ധി കാരണമല്ലേ ഒടുവിലെല്ലാം ഭംഗിയായി അവസാനിച്ചത്. വൈദേഹി, നിന്റെ കുഞ്ഞാവയല്ലേ നിന്നോട് പോവാൻ പറഞ്ഞ്? എടുത്തി ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. നിന്റെ കുഞ്ഞെ ഈ വീടിന്റെ വരം. ഇത്രയും നാളും എല്ലാ ആപത്തിൽ നിന്നും ആ കുഞ്ഞെ രക്ഷിച്ചതല്ലേ? ശരിയാണ് എന്തുമ്മേ. എന്റെ കുഞ്ഞുവാവ് എന്നോട് സംസാരിക്കാറുണ്ട്. എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ അവൾ എന്നെ അത് നേരത്തെ അറിയിക്കും. ആ ആപത്തിൽ നിന്ന് അങ്ങനെയാ ഞങ്ങൾ രക്ഷപ്പെടാറ്. ഇന്നലെ രാത്രി അവൾ എന്നോട് സംസാരിച്ചിരുന്നു. സിസ്റ്ററെ, ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നേ. സൂക്ഷിച്ചേക്കണേ. അമ്മേ, കുഞ്ഞുവാവേ, 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 അമ്മേ, കുഞ്ഞുവാവേ, നീ പറഞ്ഞിട്ടും നിന്റെ അച്ഛനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ കുഞ്ഞുവാവേ. അല്ല അമ്മേ, രക്ഷപ്പെടുത്താൻ ഇനിയൊരു അവസരം കൂടിയുണ്ട്. കുഞ്ഞുവാവേ, ഇവിടെ തന്നെ ഇരുന്ന് അച്ഛന്റെ അമ്മയുടെ എന്റെയും ജീവൻ പോകുന്നു ഉറപ്പാ അമ്മേ. എന്താ മോളെ നീ പറയുന്നേ? അതെ അമ്മേ, ആപത്ത് നമ്മുടെ പുറകെ ഉണ്ട്. അതെയോ? ഏത് രൂപത്തിലാ മോളെ അത്? പറഞ്ഞു താ മോളെ. അമ്പലത്തിൽ ഒരു അപകടം സംഭവിച്ചു. പരിഹാരം ബാക്കി കിടക്കുകയല്ലേ. നിറഞ്ഞ പൗർണമി നാളിന്റെ ബ്രഹ്മമുഹൂർത്തത്തിൽ മൃത്യുഞ്ജയ ഹോമം നടത്തേണ്ടതാണ്. മനസ്സിലായി മോളെ, ഞാൻ മറന്നു പോയതായിരുന്നു. നമ്മൾ എങ്ങോട്ട് പോകേണ്ടതെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിങ്ങളോട് ആരോട് പറഞ്ഞാലും അത് നിങ്ങളെ പേടിപ്പിക്കും. മാത്രമല്ല, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ആരും വിശ്വസിച്ചില്ലെങ്കിൽ ദേവേട്ടനെ ആ അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ലായിരുന്നു. അപ്പൊ ദേവേട്ടനെ രക്ഷിക്കാനുള്ള അവസരം എനിക്ക് നഷ്ടപ്പെടുകയും ചെയ്യായിരുന്നു. അതുകൊണ്ടാ ആരോടും ഒന്നും പറയാതെ ദേവേട്ടന്റെ ജീവൻ രക്ഷിക്കാൻ ഞാൻ കൊണ്ടുപോയത്. ഇനി ഞാനത് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ ദ്രോഹിക്കാൻ കാത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഇവരെത്തുന്നുള്ള പേടി കൂടി ഉണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാ രീതിയിലും ആലോചിച്ചതുകൊണ്ടാ എന്റെ ദേവേട്ടനെ ജീവനോട് കൂടി നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചത്. നല്ല കാര്യമായി പോയ മോളെ. നീ പറഞ്ഞിരുന്നെങ്കിൽ സത്യത്തിൽ ഞങ്ങൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. ദേവനെ ആ അവസ്ഥയിൽ പുറത്തേക്കും വിടില്ലായിരുന്നു. നിന്റെ മോളുടെ വാക്കുകൾ കേട്ട് നീ എന്റെ മോനെ രക്ഷിച്ചു തന്നു. സാക്ഷാൽ മഹാദേവന്റെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ വംശത്തെ രക്ഷിക്കാൻ ജനിക്കുന്ന ദേവതയാ കുഞ്ഞ്. അതിനെ നശിപ്പിക്കാൻ ആരെക്കൊണ്ടെങ്കിലും സാധിക്കൂ? അതവരുടെ വിഡ്ഢിത്വം എന്ന് പറഞ്ഞാ പോരെ. ഇനി ആർക്കെങ്കിലും അത്തരം ചിന്തകളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെക്കുന്നതാ നല്ലത്. ഇനിയും ആ ചിന്ത ആർക്കും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ആദ്യം ആ ശാപത്തിൽ നിന്ന് മോചനം നേടണം. നിന്റെ കുഞ്ഞ് വരാൻ പോകുന്നതൊക്കെ പറയൂന്നല്ലേ പറഞ്ഞേ? അപ്പൊ നമ്മുടെ ശാപമോചനത്തിനും ഒരു വഴി പറഞ്ഞിരിക്കുമല്ലോ. ശാപവിമോചനം കിട്ടിക്കഴിഞ്ഞു എന്തോ. എന്താ മോനെ പറഞ്ഞ്? ശാപവിമോചനം കിട്ടിയിരിക്കുന്നോ? അതെ അമ്മേ,
ശാപവിമോചനത്തിനുള്ള വഴികൾ ഒരുക്കി എന്റെ ജീവനും നമ്മുടെ കുടുംബവും രക്ഷിച്ചത് വൈദേഹിയ. എന്താ സംഭവിച്ചേ? അതെങ്ങനെ സാധിച്ചു? ശാപമോചനം കിട്ടണമെങ്കിൽ നഷ്ടപ്പെട്ട ആഭരണങ്ങള് തിരിച്ചു കിട്ടണ്ടേ മോനെ? അമ്പലത്തിൽ അപകടവുമുണ്ട്, അതിന് പരിഹാരവുമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്തു? അത് വൈദേഹിയോട് പറഞ്ഞത് ഞങ്ങളുടെ കുഞ്ഞാവയാ. അപകടങ്ങളെപ്പറ്റി തെല്ലും ചിന്തിക്കാതെ പരിഹാരം തേടി വൈദേഹി അമ്പലത്തിലേക്ക് പോയി. എന്റെ മോൾ എന്നോട് പറഞ്ഞതുപോലെ അവിടെ വെച്ചാണ് എനിക്ക് അപകടം സംഭവിച്ചത്. അതിനുള്ള പരിഹാരവും അവിടെ തന്നെ കിട്ടി. എനിക്ക് വേണ്ടി വൈദേഹി ചെയ്ത ആ അഭിഷേകം ശാപമുക്തി നേടിത്തന്നിരിക്കുകയാണ്. നീ എന്റെ മരുമോള് മാത്രമല്ല, ഈ വീടിനെ കാത്ത ദേവതയാ. ഞങ്ങളെയും ഞങ്ങളുടെ വംശത്തെയും രക്ഷിക്കാൻ വേണ്ടി എന്റെ വീട്ടിലേക്ക് കയറി വന്ന സാക്ഷാൽ പാർവതി ദേവിയ നീ. എല്ലാം കഴിഞ്ഞടാ. ശാപം ഉണ്ടായിരുന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ആ കുഞ്ഞിനൊത്തിരി അത്ഭുത സിദ്ധികളും ഉണ്ട്. എത്രയും പെട്ടെന്ന് നിന്റെ വല്യച്ഛന്റെ ആത്മാവും ബന്ധനത്തിൽ നിന്ന് പുറത്തു വരും. അതോടെ നമ്മൾ തീരും. ഇനി വാ തുറക്കാൻ നിക്കണ്ട, വേറെ വഴിയില്ലടാ. എന്റെ വസു എന്റെ കൂടെ ഉള്ളിടത്തോളം ഈ രാജു എന്റെ കയ്യിൽ നിന്ന് ഒരിടത്തോട്ടും പോവില്ല. അമ്മേ, എന്തിനെങ്ങനെ നടക്കുന്നേ? ഇവിടെ വന്നിരിക്കെ. എങ്ങനാടാ ഇരിപ്പുറക്കിയ? കാലും കൈയും നീട്ടി വച്ചിട്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണോ നമ്മളിപ്പോ? എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു, അതൊക്കെ തവിട് പൊടിയായില്ലേ? ഇനി ഈ ജന്മം ഒന്നും നടക്കാൻ പോകുന്നില്ല. ഈ ആസ്തിയും നിന്റെ ഇവിടുത്തെ രാജ്യപദവിയും എല്ലാം എല്ലാം പോയില്ലേ? ഇനി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കുന്നതാ നല്ലത്. ഇത്രയും നാളും അവർക്ക് കിട്ടിയ ശാപം നമുക്ക് കിട്ടിയ വരം എന്നാ കരുതി. ഇപ്പോഴാ ശാപവും മാറിയിരിക്കുന്നു. ഇനി എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ല. അങ്ങനെയൊന്നും പറയല്ലമ്മേ. ഇനി ഞാൻ പറയാം. ഒരക്ഷരം മിണ്ടാ പോവണ്ട. പറയുന്നത് എന്തും അനുസരിച്ച് കഴിഞ്ഞുകൂടാ. ദേ കൊള്ളരുതാത്ത വർത്താനം പറയരുത് ട്ടോ. മനസ്സ് മടുത്തോടാ. ഇല്ലമ്മേ, ഒരുപാട് ചിന്തിച്ച് കൂട്ടിയിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ. ആഗ്രഹിച്ചൊന്നും കിട്ടിയില്ലല്ലെന്നുള്ള വിഷമത്തിൽ നടന്നതെല്ലാം അമ്മ മറന്നു പോകുന്നു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് പോലും വൈദേഹിയുടെ കുഞ്ഞത് മനസ്സിലാക്കി അവളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വല്യച്ഛന്റെ ആത്മാവും എപ്പോഴാ പുറത്തിറങ്ങാന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ഇതുവരെ ജനിക്കാത്തൊരു പിശാച്, മറ്റൊന്ന് മരിച്ചു കഴിഞ്ഞിട്ടും നമ്മുടെ ജീവൻ എടുക്കാൻ പുറകെ നടക്കുന്ന വേറൊരു പിശാച്. ഈ രണ്ടും നമ്മളെ വെറുതെ വിടില്ലമ്മേ. കുറച്ചു നാൾ അടങ്ങി ഒതുങ്ങി കഴിയാം, അതാ നല്ലത്. വരണേട്ടാ, അമ്മ പായസം കൊണ്ടുവന്നിട്ടുണ്ട്. പായസോ? ഇനി അതിന്റെ കൂടി കുറവേ ഉള്ളൂ. എനിക്കൊന്നും വേണ്ട, കൊണ്ടുപോയിക്കോ. അയ്യോ, അതെന്താ അമ്മ? വൈദേഹി ചേച്ചിയും ദേവേട്ടനും അപകടം കൂടാതെ തിരിച്ചെത്തിയതിനും ശാപമുക്തി കിട്ടിയതിനും ഇവിടെ എല്ലാരും ആഘോഷിക്കുമ്പോ നിങ്ങളെന്താ ഇങ്ങനെ? ആകെ നിരാശയും ദേഷ്യവും ആണല്ലോ. എന്താ പറ്റിയമ്മേ? ഇനി എന്ത് പറ്റാൻ? എല്ലാം എന്നെ പറഞ്ഞാ മതി. നീ എന്നെ എങ്ങനെ അമ്മയെന്ന് വിളിക്കുന്നതാ എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതിന്ന് രക്ഷ കിട്ടിയാ മതി. അമ്മേ, വസുവിന് എന്തിനാ പറയുന്നേ? വസു എന്ത് ചെയ്തിട്ടാ? എന്താ വസു? ഞാൻ പായസം കൊണ്ടുവന്നതിന് അമ്മ എന്നെ എന്തിനാ ഇത്രയും വഴക്കു പറയുന്നത്? വരണേട്ടനെങ്കിലും എടുക്ക്. എനിക്കിപ്പോ വേണമെന്നില്ല, നീ കൊണ്ടുപോയിക്കോ. അത് സ്വീറ്റ് ആണെങ്കിൽ എനിക്കിപ്പോ കയ്പ. അങ്ങനെ എന്താ ഉണ്ടായപ്പോ? ഇനി എന്തുണ്ടാവാനാ? എന്തൊരു സംശയവും എന്തൊരു ടോർച്ചറും ആയിരുന്നു.
വൈദേഹിയും ദേവനും കാണാതായെന്ന് കരുതി അതിന് കാരണം ഞങ്ങളാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇപ്പൊ അതെല്ലാം മറന്നുകൊണ്ട് അവർക്ക് സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഈ പായസം കുടിച്ച് ആ സന്തോഷത്തിൽ പങ്കുചേരണമെന്നാണോ? ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അങ്ങനെ പറയില്ല ഏട്ടാ. പിന്നെങ്ങനെ പറയണ്ടേ? അതും കൂടി പറഞ്ഞതാ. എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും മാറിയിട്ടില്ലെന്ന് വീട്ടിലെല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞമ്മേ. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിലൊരു നല്ലത് നടക്കുമ്പോ എല്ലാവരോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കുചേരുന്നതല്ലേ ശരി? പായസം എടുക്ക. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടണ്ട. വീട്ടിലെല്ലാവർക്കും നിങ്ങളോടുള്ള സംശയം മാറണം. അല്ലാതെ അപകടങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇനിയും നിങ്ങൾ ശ്രമിക്കുമെന്നറിഞ്ഞ പിന്നെ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞു വരണേട്ടൻ അറിയണ്ടല്ലോ. ഇതങ്ങ് എടുക്ക്. ഇങ്ങനെ കൊണ്ടു തന്നാൽ എങ്ങനെയാ? സ്പൂൺ എവിടെ? ഞങ്ങളുടെ അവിടെ എല്ലാവരും ഇങ്ങനെയാ കുടിക്കുക. ഓ പിന്നെ എന്ന് വെച്ചാ കൊട്ടാരല്ലേ അത്? അവിടെ കഴിക്കുന്ന പോലെ ഞങ്ങൾ കഴിക്കണോ? അമ്മേ, ആരോടുള്ള ദേഷ്യം വസുവിനോട് തീർക്കുന്നേ? ഇതിനിടയ്ക്ക് പാവം വസുവിനെ എന്തിനാ പിടിച്ചിടുന്നേ? അമ്മ ഇന്നേ വരെ നേരെ കപ്പിന്ന് കുടിച്ചിട്ടില്ലേ? കുടിക്കമ്മേ, ഞാൻ കുടിച്ചു കാണിച്ചു തരാം. തൊണ്ടേന്നിറങ്ങിയാ പിന്നെ എല്ലാം ഒരേപോലെയല്ലേ അമ്മേ? കുടിക്കമ്മേ. നിങ്ങളുടെ കുഴിഞ്ഞ ബുദ്ധിക്ക് ഈ ശിക്ഷയെങ്കിലും വേണ്ടേ? അയ്യോ പൊള്ളി, നീ പറഞ്ഞോണ്ട അത്രയും ധൈര്യത്തോടെ ഞാൻ ഇത് കുടിച്ചത്. വാ മൊത്തം പൊള്ളിപ്പോയി. ഓ എടി വസുമതി, തിളയ്ക്കുന്ന പായസം കൊണ്ടുവന്ന് നീ ഇത് മനഃപൂർവ്വം ചെയ്തല്ലേ? പിടിക്കടി. ആ പായസം ചൂടോടെ കുടിച്ചാലല്ലേ സ്വാദം ഉണ്ടാവുള്ളൂ അമ്മ. എന്നാലും ചൂടുണ്ടോന്ന് പോലും നോക്കാതെ ഒറ്റയടിക്ക് അങ്ങ് വായിലോട്ട് ഒഴിച്ചാ അതിന് ഞാൻ എന്ത് ചെയ്യാനാ? എന്നാലും നിനക്കൊരു വാക്ക് പറയാറുന്നു വസു. നോക്കിക്കേ എങ്ങനെ പൊള്ളിയെന്ന്. എന്താ വരണേട്ടാ ഇത്? ഈ ചൂട് പോലും സഹിക്കാൻ പറ്റിയില്ലെങ്കി ഇനി വല്യച്ഛൻ ഒരുക്കാൻ പോകുന്ന തീ എങ്ങനെയാ സഹിക്കുക? എന്താ നീ പറഞ്ഞേ? ആ അതെ, നാളെ വല്യച്ഛന്റെ ആത്മാവ് പുറത്തിറങ്ങുന്നല്ലേ പറഞ്ഞേ. പുറത്ത് അവിടെ എല്ലാവരും സംസാരിക്കുന്ന കേട്ടതാ. ഒന്ന് സൂക്ഷിച്ചോണേ. വല്യച്ഛന്റെ ആത്മാവ് വരുന്നെന്നോ? നാളെ ഏതാ ദിവസം? ഇന്നാടാ പൗർണമി. അപ്പൊ നാളെ പ്രഥമം. പ്രഥമത്തിന്റെ അന്നല്ലേ നിന്റെ വല്യച്ഛൻ മരിച്ച തിഥി. നമ്മള് ബന്ധിച്ച ആത്മാവ് പുറത്തു വരും. വസുമതി പറഞ്ഞാലും കാര്യമുണ്ട്. അവള് പറഞ്ഞ പോലെ ഈ ചൂട് സഹിച്ചില്ലെങ്കി ഇനി അയാളുടെ പുകയ്ക്കല് നമ്മൾ എങ്ങനെ സഹിക്കൂടാ? അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പേടിയോന്നു. ശരിയാ അമ്മേ, വല്യച്ഛനെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ പേടിയാവാ. അതല്ല, ബന്ധനത്തിൽ നിന്ന് പുറത്തു വരൂന്നറിഞ്ഞിട്ടും ബന്ധിച്ചതാ തെറ്റായി പോയത്. വേറെ എന്ത് ചെയ്യാനായിരുന്നു? അന്ന് നമുക്ക് വേറെ വഴിയില്ലായിരുന്നല്ലോ. ആത്മാവ് പുറത്തു വരും മുമ്പ് എന്തെങ്കിലും ചെയ്യാന്ന് കരുതി. ആ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ ആത്മാവിന് പിന്നെ ശക്തി ഉണ്ടാവില്ലെന്ന് കരുതി. പക്ഷേ ഒന്നും നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. നാളെ നിന്റെ വല്യച്ഛന്റെ ആത്മാവ് നമ്മളെ കൊല്ലുമെന്നുള്ളത് ഉറപ്പാ. ഇനി നമ്മൾ എന്താടാ ചെയ്യാ? ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഒരു വഴി മാത്രമേ ഉള്ളൂ. കോംപ്രമൈസ്. അവരുടെ കൂടെ ചേരുക തന്നെ. വരണേ, എന്ത് നടന്നീ പറയുന്നേ? വേറെ വഴിയില്ല. ഇതല്ലാതെ മറ്റെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറഞ്ഞതാ. നമ്മളാണ് വല്യച്ഛനെ കൊന്നത്. എന്നിട്ടും വല്യച്ഛന്റെ ആത്മാവ് അത് പുറത്താരോടും പറയാതെ നമ്മൾ ചെയ്ത തെറ്റിന് ശിക്ഷ മാത്രമേ വിധിക്കുന്നുള്ളൂ. അതിനർത്ഥം എന്താ? വല്യച്ഛന് നമ്മൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നേ. നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ നല്ലവരെ മാറിയെന്ന് ആത്മാവ് വിശ്വസിച്ച
നമുക്ക് ജീവനോടെ രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളും ആത്മാവാവും. വേറെ വഴിയില്ല. തലമുറകളായി നമ്മുടെ വംശത്തെ വേട്ടയാടിക്കൊണ്ടിരുന്ന ശാപം ഇന്ന് ദേവനും വൈദേഹിയും കാരണം നീങ്ങിപ്പോയിരിക്കുന്ന കൗസല്യേ. ഇനി ബാക്കിയുള്ളത് വരുണും സുഹാസിനിയും. അവരുടെ മനസ്സ് മാറി നമ്മളോട് ചേർന്ന് നിന്നാ പിന്നെ വിഷമിക്കാൻ ഒന്നും ഉണ്ടാവില്ല.